ഉല്ലാസം തുടങ്ങി വെച്ചൊരു ഡാൻസർ തമ്പി ഉണ്ടല്ലോ, അതൊക്കെ ഈ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ അണ്ടർവെയർ ഇങ്ങനെ കൈലിയുണ്ട്, കൈലിയുണ്ട്. അതിനൊരു പ്രത്യേക കളർ വരുന്നുണ്ട്. എല്ലാം ഈ ദൂരത്തിൽ കളർ ബാർ വരത്തില്ലേ, അതുപോലെ സാധനം ഈ അണ്ടർവെയർ അങ്ങനെയാണ്. അണ്ടർവെയറിന്റെ തുണി തിരക്കി ഇവിടൊക്കെ നടന്നു വലിയ പാടാ കിട്ടാൻ, കോട്ടൺ കിട്ടാനൊക്കെ വലിയ പാടാണ്. പണ്ട് നമ്മുടെ 4 മീറ്റർ വാങ്ങിച്ച് വീട്ടിൽ വെച്ചൂടെ, ഇത് വല്ലപ്പോഴും ഇത് ആവശ്യം വരുമല്ലോ. ഓരോ സീസണിൽ ഒരെണ്ണം നമ്മൾ മേടിക്കുള്ളൂ. അന്നത്തെ കാലത്ത് 250 രൂപയല്ലേ കിട്ടുള്ളൂ. ഒരു സീസണിൽ ഡാൻസർ തമ്പിയും ഇതേത് കൂടിയനാ, ഇത് പേരൊന്നുമില്ല, ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ. ഈ ഡാൻസർ തമ്പി ചന്ദ്രനൂടെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കോട്ടെ. ചന്ദ്ര, നീ കാണിക്കുന്നത് ശരിയല്ല. എല്ലാ ദിവസവും ഷെയറിന്റെയും ഭീമമായ ഭാഗം ഞാനാണ് സാറേ ഇടുന്നത്. ഇന്ന് എന്റെ ഒരു 10 രൂപ കുറഞ്ഞപ്പം അത് വലിയ വിഷയമാക്കേണ്ട കാര്യമില്ലോ. പക്ഷെ ടച്ചിങ് ചെയ്യാനാ കൊണ്ടിരുന്നത്. അതെന്താണ് ഈ ചന്ദ്രൻ മനസ്സിലാക്കാത്തതാണ്. നിനക്ക് ടച്ചിങ്സ് നിനക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി, പക്ഷെ സാധനം കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം. വീട്ടിൽ നിന്ന് ടച്ചിങ് കൊണ്ടുവരാൻ പറ്റില്ല സാറേ. ഒന്നാമത് വീട്ടുകാരെ പാത്താണ് നമ്മൾ അടിക്കുന്നത്, വിളിച്ചാണ് അടിക്കുന്നത്. അവിടുന്ന് ടച്ചിങ്സ് എടുക്കുമ്പോ പിടിക്കപ്പെടും. അത് ശരിയല്ല, അത് ഇത് എന്നാ പറഞ്ഞാല് ഇന്നിപ്പോ പൈസ കൊടുക്കണേ ഞാനല്ലേ കൊടുക്കണത്, അപ്പൊ കൂടുതൽ ഞാൻ അടിക്കും. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇന്നലെ കൂടുതൽ പൈസ കിട്ടപ്പോ നിങ്ങൾക്ക് നമ്മളെല്ലാരും തുല്യമായിട്ടാണ് അടിച്ചത്. ഞാൻ അവിടെ കണക്ക് പറഞ്ഞില്ലല്ലോ. കണക്ക് പറയുന്നത് ശരിയല്ല ചന്ദ്ര, കണക്ക് പറയുന്നത് ശരിയല്ല. അത് കണക്ക് പറഞ്ഞ് കൃത്യമായിട്ട് പോയില്ലേ നാളെ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ നിന്നോടുള്ള കമ്പനിയാണ് നിർത്തുകയാണ് ചന്ദ്ര. ശരിയല്ല അത് എന്ന് പറഞ്ഞാൽ ഇവന്റെ വർത്തമാനം കേട്ടോ സാറേ, ഞങ്ങൾ വലിയ കമ്പനി ലാഭത്തിൽ നടത്തുവാന്ന് തോന്നും. കുടിയാണെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ട്, പക്ഷെ വീട്ടിൽ എത്താറില്ല സാർ. അതാ പറഞ്ഞ എത്തിക്കണമെന്ന്, അതാ പറഞ്ഞ എത്തിക്സ് വേണമെന്ന്. വേറെ സംഭവം വരുന്നുണ്ട്. എന്ത്? പണ്ടൊക്കെ നമ്മള് കള്ളു കുടിച്ച് റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇനി പോലെ അതിന്റെ ആവശ്യമില്ല. ഓൺലൈൻ വഴി വീട്ടിലേക്ക് മദ്യം വരാൻ പോവുകയാണ്. ഓൺലൈൻ വഴി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ സാധനം വരും. എടുത്തോണ്ട് പോകേണ്ട കേസില്ല. പക്ഷേ ഇത് പൈപ്പ് ലൈൻ വഴി വരുവാണെങ്കിൽ ഗുണമാണ്. തുറക്കുമ്പോ മദ്യം കുടിക്കുന്നു, ആള് വെക്കുന്നു, കിടക്കുന്നു, ഒരാളും എടുത്തോണ്ട് പോകണ്ട. അതല്ല സാർ, വീട്ടിൽ തന്നെ നടക്കും. അപ്പൊ നിന്റെ കാശുണ്ടെങ്കിൽ നീ ഓൺലൈനിൽ ഗൂഗിൾ ഉപയോഗിച്ച് മദ്യവനെ ട്രാക്ക് ചെയ്യും വേണ്ട. വേണ്ട, ടവർ ലൊക്കേഷൻ എടുക്കണ്ട. അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ നടക്കില്ല. മറ്റേ കള്ളിഷാപ്പിൽ നമ്മൾ ടവർ ലൊക്കേഷൻ വഴി ഭാര്യയ്ക്ക് ഗൂഗിളിൽ അടിക്കേണ്ടി വരും. അതുള്ളൂ. മാത്രമല്ല സാറേ, കഴിച്ച ആൾക്കാർ പുറത്ത് കഴിക്കുന്നുണ്ടെന്ന് അറിയിക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും സുഖമാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യമല്ല, വീട്ടിലിരുന്ന് അടിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ബ്യൂറേജിൽ പോയി ഒരു ഫുള്ളെടുത്തു. എന്നെ കൂട്ടിയില്ല. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഫുള്ളെടുത്തു. സൈക്കിളല്ല പോയെ, ഫുള്ളെടുത്ത് ഇവിടെ താത്തിട്ട് സൈക്കിളെ കയറാൻ നോക്കിയപ്പോ എന്റെ മനസ്സിലൊരു ചിന്തന ഉണ്ടായി. ചിന്തനം വന്നു. ഞാൻ എന്താ സാറേ ചിന്തനം അറിയോ? ഞാൻ സൈക്കിളിൽ കയറി പോകുന്ന സമയത്ത് ഇതെങ്ങാനും താഴെ വീണ് വെട്ടിയാ പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് തന്നെ ഈ സാധനം അടിച്ച് തീർത്തു. പിന്നെ പൊട്ടുന്ന പ്രശ്നമില്ലല്ലോ. എന്റെ ചിന്തന ശരിയായിരുന്നു. കറക്റ്റ്. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ 9 വീഴ്ച വീണു. ഇതെന്റെ ഉള്ളാരതെ പറഞ്ഞു അറിയാണ്ട് പൂസായിരുന്നു. സുമേഷിന്റെ വെടിക്കെട്ട് ഞാൻ ചോദിച്ചായിരുന്നു അല്ലേ? വെടിക്കെട്ട് പറഞ്ഞില്ലല്ലോ. അത് ഈ സാധാരണ ഇങ്ങനെ നമ്മൾ സ്കിറ്റുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആങ്കറോട് ഇങ്ങനെ ചോദിക്കും, ഞാനിങ്ങനെ ഒരു കലാകാരനാണെന്ന് പറയും. പറയാൻ എന്താ ചെയ്യണം, ഞാൻ വെടിക്കെട്ടിന്റെ ശബ്ദം ചെയ്യും. അതൊക്കെ കൊച്ചു പിള്ളേർ ചെയ്യണല്ലേ. ഇതല്ല, രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിൽ ഞാൻ വെടിക്കെട്ടിന്റെ ശബ്ദം. ആദ്യമായിട്ട് നമ്മുടെ അച്യുതാനന്ദൻ സാറാണ് ഈ പടക്കത്തിന് തിരി കൊടുക്കുന്നത്. അച്യുതാനന്ദൻ സാർ അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദത്തില്. അങ്ങനെയാണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടൊരു രാഷ്ട്രീയം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ ആന്റണി സാറാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അങ്ങനെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ സൈലന്റ് ആയിട്ട് പൊട്ടാതെയൊക്കെ പോകുന്ന ശ്രീ വെള്ളാപ്പള്ളി സാറിന്റെ ശബ്ദത്തിലാണ്.
അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഫ്രഷാ അല്ലേ? പ്രശ്നമാണ് പ്രശ്നമാണ്. പ്രശ്നമാണ് അത്. ഇനി ഞാൻ വിൽക്കുന്നില്ല അത്. ഇപ്പൊ കൂടുതൽ നമ്മളത് പുറത്തെടുക്കാറില്ല അല്ലേ? നമ്മുടെ ആദ്യകാലം ഇത് വെച്ചാണോ വില ചെയ്ത്? അതെ അതെ അതെ. സുമേഷ് മോഹൻലാലിനെ അവതരിപ്പിക്കും അല്ലേ? അതുകൊണ്ട് നമുക്കൊന്ന് ദൃശ്യം 2 ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ കോവിഡ് സമയത്താണല്ലോ. അപ്പൊ ഒരു റൂമിൽ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ക്യാമറമാരും പിന്നെ കൺട്രോളറൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന സമയത്ത് മിമിക്രി എന്തൊക്കെ ചെയ്യുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അവർ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഫ്രീ ടൈം കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശരത് സാർ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന്റെ ശബ്ദം ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ്റെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെ എക്കോ വേണം, പിന്നെ ഈ ബേസ് ഒക്കെ ഇട്ടിട്ട് മൈക്കിന് ബേസ് ഒക്കെ ഇട്ട് ബാക്കിൽ ഹരിമുരളി രവത്തിന്റെ ഹമ്മിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്കും മുങ്ങിപ്പൊക്കോളും, അങ്ങനെ ചെയ്യാറെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ചെയ്യാൻ പറഞ്ഞു. നേരെ ഞാൻ ബാത്റൂമിന്റെ അകത്ത് കയറി. ആ ബാത്റൂമിന്റെ അകത്ത് ഭയങ്കര ഹോൾ എഫക്റ്റ്. അങ്ങനെ ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ട് ഇവർക്ക് കേൾക്കുന്ന രീതിയിൽ ഞാൻ ഓഡിയോ തുറന്നിട്ടു. അതായത് വാതിൽ പതുക്കെ തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അത് നേരെ ഈ പറയുന്ന ക്യാമറമാൻ മൊബൈലിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ലാലേട്ടനെ കാണിച്ചു. എന്നോട് പറഞ്ഞില്ലായിരുന്നു. ലാലേട്ടനെ കാണിച്ചു. പിറ്റേ ദിവസം ഒരു ചായക്കടയുടെ സീനിൽ വെച്ചിട്ട് ലാലേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, മോനെ നന്നായിരുന്നു കേട്ടോ, ഞാൻ കേട്ടു. വലിയ സന്തോഷമായിരുന്നു.